ഏറെ വെല്ലുവിളി നിറഞ്ഞ ദൗത്യം അത് എങ്ങനെ പൂർത്തിയാക്കാൻ കഴിഞ്ഞു? എന്തായാലും ദൈവത്തിൻ്റെ സഹായത്താലും നമ്മുടെ ഡോക്ടറിൻ്റെ സഹായത്താലും നിങ്ങളുടെ എല്ലാ സപ്പോർട്ടിനായാലും നമുക്ക് ദൗത്യം വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചു. ആനിമലിന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഡോക്ടർ പറയുന്നതായിരിക്കും. രാവിലെ മുതലുള്ള മൂവ്മെന്റ്സ് എന്തായിരുന്നു? ഓക്കെ, നമ്മൾ 3 ദിവസമായി ഇതിൽ നോക്കുന്നു. നമുക്ക് ഫസ്റ്റ് ഡേ നമ്മൾ നോക്കിയപ്പോൾ നമുക്കതിന് മിസ് ചെയ്തു. ആനിമൽ വിട്ടുപോയി, ഓടിപ്പോയി. നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. സെക്കൻഡ് ഡേയും ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. തേർഡ് ഡേ നമുക്ക് കൃത്യമായിട്ട് കിട്ടി. സോ രാവിലെ 6:30ക്കാണ് സ്പോട്ട് ചെയ്യുന്നത്. 7 മണിയോടെ നമ്മൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിന് ആനിമലിനെ ഡാർട്ട് ചെയ്തു. 8:30 ആയപ്പം ആനിമലിനെ ഡാർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ അതിനെ ഫോളോ ചെയ്തു. അതിന് ടോപ്പ് അപ്പ് ഡോസ് കൊടുത്തു. അതിന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ മസ്തകത്തിന് മുകളിലാണ് വൂണ്ടുള്ളത്. ഡീപ്പ് പെനിട്രേഷൻ വൂണ്ടാണ്, കുത്താണ്, ഇടിയാണ്, കൊമ്പൻ്റെ ഇടിയാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ ലേസിൽ എന്ന് പറയും, അവിടെയൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് റിസ്ക്കാണ്. കാരണം നമ്മൾ ഫ്രണ്ടിൽ വെച്ച് ചെയ്യുമ്പോൾ സ്റ്റാൻഡിങ് സെറ്റേഷനിൽ വെച്ചിട്ട് നമ്മൾ നിർത്തിയാണ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ വെച്ച് ചെയ്യുമ്പോൾ അത് വൂണ്ട് കംപ്ലീറ്റ് ഡ്രസ്സ് ചെയ്തു. നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി, വല്ല മെറ്റൽസ് ഉണ്ടോ എന്ന് നോക്കി. നെഗറ്റീവാണ്, ഒന്നുമില്ല. അതിനുശേഷം മുറിവ് നമ്മൾ ഡ്രസ്സ് ചെയ്തു. ആൻറ്റിബയോട്ടിക് കവർ ചെയ്ത് കവറേജ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു, റിവേഴ്സ് ചെയ്തു. ഇപ്പോഴത്തെ പൊസിഷൻ എന്താ? അവിടെ ഇപ്പോൾ ആന തിരിച്ച് കാട്ടിലേക്ക് പോയി തുടങ്ങി. ആന ആക്റ്റീവായി. അത് സെഡേഷൻ വിട്ടുകൊണ്ടിരിക്കുന്നു. അത് കുറച്ച് സമയം എടുക്കും. അത് നമ്മൾ ആൻറ്റിഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും അതിൻ്റെ എഫക്റ്റ്. എത്ര ഡോസാണ് സാർ നമ്മൾ എത്ര ഡോസ് നൽകിയിരുന്നു? ഇത് ഡോസൊക്കെ നമ്മൾ സംസാരിക്കേണ്ട കാര്യമുണ്ടോ? ആനയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഡോസ് ചികിത്സ ആവശ്യമുണ്ടോ? തുടർ ചികിത്സ നമുക്ക് ചെയ്യാൻ പറ്റില്ല. സിംഗിൾ ഇൻ്റർവെൻഷനെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കാരണം എന്താ, നമുക്കില്ലെങ്കിൽ നമുക്ക് ആനയെ പിടിച്ചു കൊണ്ടുപോകണം. ഓക്കെ, ഇപ്പോൾ ഈ മരുന്ന് വെച്ച് എത്ര ദിവസത്തിനുള്ള ഒരു നോർമലി ഒരു പ്രോഗ്നോസിസ് നമ്മൾ പറയുന്നത് 50%. ഓക്കെ, നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ മുകളിലും ബാക്കിയെല്ലാ ആക്ടിവിറ്റിയിലും. അപ്പോൾ നമ്മൾ ഇനി ഫർദർ ഒബ്സർവ് ചെയ്യണം. ഇതിന് ബാക്കി എല്ലാ ഫങ്ഷനിങ്ങും പ്രോപ്പറാണോ എന്നുള്ളത് നോക്കണം. കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് പഴുപ്പ് നമ്മൾ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മളെ വിശ്വാസം. പക്ഷേ അത് വേറെ ഉള്ളിൽ എത്രമാത്രം ഡാമേജ് ഉണ്ട് നമ്മൾ പരിശോധിച്ചപ്പോൾ നോക്കുമ്പോൾ പഴുപ്പുണ്ട് ആക്ച്വലി. അതെല്ലാം ക്ലീൻ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. 2 മുറിയാണോ ഉണ്ടായിരുന്നത്? ഒരു വലിയൊരു വൂണ്ടുണ്ട്, അതിൻ്റെ താഴെ ചെറിയൊരു വൂണ്ടുണ്ട്. ഇതായി വന്നിട്ടുണ്ടായിരുന്നോ? ഏത് ഉണക്കായി തുടങ്ങിയിരുന്നോ? ഇല്ല, പഴുപ്പാണ്. അത് കംപ്ലീറ്റ് നമ്മൾ ഡ്രെയിൻ ചെയ്ത് ബ്രഷ് ചെയ്ത് കളഞ്ഞു. എത്ര മാസം അല്ലെങ്കിൽ എത്ര ദിവസം പഴക്കമുണ്ടാകും മുറിവിന്? നമുക്ക് വൂണ്ട് പഴക്കം കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ സ്പോട്ട് ചെയ്തിട്ടിപ്പോൾ 3 ആഴ്ചയോളം ആയിട്ടുണ്ട് അവർ ഒബ്സർവ് ചെയ്തിട്ട്. സിവിയർ ആയിരുന്നു സാർ? ഉണ്ട് സിവിയർ. അത് കറക്റ്റ് ആ മസ്തകത്തിന് തന്നെ ആയതുകൊണ്ട് സിവിയറാണ്. വണ്ടി കത്തി അല്ല, ഇനിയിപ്പോൾ ഇതിൻ്റെ ഫർദർ നമ്മളിങ്ങനെ ഒബ്സർവേഷൻ ഇങ്ങനെ ചിപ്പ് അങ്ങനെ ഒന്നുമില്ലല്ലോ? അല്ല, മൈക്രോ ചിപ്പ് നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ റേഡിയോ കോളർ ചെയ്യാണ് വേണ്ടിയിരുന്നത്. ഓക്കെ, നമ്മൾ ഈ സംഘത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ വരാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും ആനിമൽ ഭയങ്കര മൂവിങ് ആയിരുന്നു, ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവിങ് ആയിരുന്നു. അപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു 1 ഡേ ഒന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. നമുക്ക് നമ്മളെ ടൈം എടുക്കും. അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. 4 ടീം വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന് മാനേജ്മെൻറ്റ് ടീം, മാഡത്തിൻ്റെ മുകളിൽ ഒരു മാനേജ്മെൻറ്റ് ടീം ഉണ്ടാവും. പിന്നെ ഒരു ട്രാക്കിംഗ് ടീം ഉണ്ടാവും. ഇതിനെ തപ്പിയെടുക്കുന്നത് ഇന്നലെ കംപ്ലീറ്റ് കാട്ടിലായിരുന്നു. അങ്ങനെ 9 ബുൾസിനോളം കണ്ടു. ഇയാളെ മാത്രം കിട്ടിയില്ല. നമുക്ക് ഒരു ട്രാക്കിംഗ് ടീം ഉണ്ടാവും, അതിൻ്റെ പുറകെ ഡാർട്ടിംഗ് ടീം ഉണ്ടാവും, മൈക്രോ വെക്കുന്ന ടീം ഉണ്ടാവും, അതിൻ്റെ പുറകെ ഒരു സപ്പോർട്ടിംഗ് ടീം ഉണ്ടാവും. അങ്ങനെ വലിയൊരു സന്നാഹമായിട്ടാണ് നമ്മൾ പോവുക. ഈ തുടക്കത്തിൽ സിംഗിൾ അറ്റംപ്റ്റ്. തുടക്കത്തിൽ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ടെറൈൻ ഇത്തിരി അത്ര കംഫർട്ടായൊരു സ്ഥലമല്ല അല്ല. അത്തരം സ്ഥലങ്ങൾ ഇതിന് മുന്നും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് ചലഞ്ചിൽ നമ്മൾ ചെയ്തിട്ടില്ലേ. അരിക്കൊമ്പനൊക്കെ ചെയ്തിട്ടില്ലേ. മൂന്നാർ ഇതിനെക്കാട്ടും സ്റ്റീപ്പായിട്ട് ടെറയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. വൂണ്ട് എന്ന് പറഞ്ഞാൽ പങ്ക്ചേർഡ് വൂണ്ടാണ്. ഹോൾ ഉണ്ടാവില്ല എന്തായാലും സ്വാഭാവികമായിട്ടും. ഉള്ളിലേക്ക് കംപ്ലീറ്റ് വെച്ച് ഒരു ട്രൈപോഡ് വെച്ച് നമ്മൾ കയറിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫ്രണ്ടിൽ നിർത്തിയിട്ടാണ് ചെയ്യുന്നത്. ഹൈലി റിസ്കി. ഇനി അത് പിന്നെ വീണ്ടും ട്രീറ്റ്മെൻറ്റ് വേണ്ടി വന്നാൽ അതും നോക്കണം. എത്രമാത്രം ഇത് ചെയ്യണം എന്നുള്ളത് നമുക്ക് നോക്കണം. ഇൻ്റർവെൻഷൻസ് അത് സാധാരണ നമുക്ക് സിംഗിൾ ട്രീറ്റ്മെൻറ്റ് പറ്റില്ലെങ്കിൽ ആനയെ പിടിക്കണം നമുക്ക്. അപ്പോൾ നമ്മൾ അതിനുള്ള കവറേജും ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അറൗണ്ട് 35 ഇയേഴ്സ് ഏജ്ഡ് ആയിട്ടുള്ള നല്ല സ്റ്റൗട്ട് ആയിട്ടുള്ള ഹെൽത്ത് വീക്കാണ്. കുറച്ച് നമ്മളതിൻ്റെ 2 രീതിയിൽ നമ്മൾ മെഷർ ചെയ്യും. പിന്നെ രണ്ടാമതിൻ്റെ ഫ്രണ്ട് ഫുട്ട് സർക്കംഫറൻസ് ഇല്ല, അത് നമ്മൾ ഓൺ ഫുട്ട് പോയി ട്രാക്ക് ചെയ്ത് ചെയ്യുക.